കർത്താവിൻ്റെ അത്ഭുത രക്തത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം, നമുക്കറിയാം നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം പാപം നിറഞ്ഞ, മ്ലേച്ഛതകൾ നിറഞ്ഞ, തിന്മ നിറഞ്ഞ, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മാനുഷികമായി ബുദ്ധി കൊണ്ടോ വൈഭവങ്ങൾ കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഇച്ഛാശക്തി കൊണ്ടോ പൈശാചിക പ്രലോഭനങ്ങൾ അതിജീവിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഓരോ ദിനവും കർത്താവിനോട് ചേർന്ന് വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അസാധാരണമായൊരു ദൈവിക സംരക്ഷണം ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് കൂടിയേ തീരും. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ സംരക്ഷണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ്. തിരുരക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ സംരക്ഷണത്തെക്കാൾ വലിയൊരു സംരക്ഷണ മുദ്ര എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ആരെല്ലാം ആ തിരിച്ചോരുടെ മറവിൽ മറയ്ക്കപ്പെടുന്നവോ അവരെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല. കാരണം നമുക്ക് അഭയം നൽകുന്ന ഏറ്റവും വലിയ അഭയ സങ്കേതം കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങളാണ്. അവിടുത്തെ പരിശുദ്ധ ഹൃദയമാണ്, അവിടുത്തെ ചങ്കിലെ ചോരയാണ് അത്ഭുത രക്തം. അത്ഭുത രക്തം. ആ രക്തത്തിൽ മറയ്ക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ പോലും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കില്ല. സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സഭയെല്ലാം ആ തിരിച്ചോരയുടെ മറവിൽ മറച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ, അവിടുത്തെ ചോരയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സത്യവചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. എൻ്റെ സഹോദരങ്ങളെ, നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച അനന്തമായ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ എണ്ണി തീർക്കാൻ പറ്റാത്ത വിധമുള്ള അനുഗ്രഹങ്ങളാണ് കർത്താവ് തൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അതിലേതാനും ചിലത് മാത്രം നമ്മൾ പരിശുദ്ധ വചനത്തിൽ നിന്ന് ധ്യാനിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വചനം, 1:3. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, അപ്പം അതിനെല്ലാവരും ശ്രദ്ധിച്ച എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും സ്വർഗീയമായ സകലവിധ നന്മകളാലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച കർത്താവായ ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും സ്വർഗം നമ്മളെ സമ്പന്നമാക്കി കഴിഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തവണ്ണം നമ്മുടെ ബുദ്ധിക്ക് അപ്രാപ്യമായ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി സ്വർഗം ചെയ്തിരിക്കുന്നത്. എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര ബ്ലെസ്സഡാ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം അനുഗ്രഹീതരാണ്. പലപ്പോഴും ദൈവം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ മഹത്വ പ്രവൃത്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വിട്ടുപിരിയാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. കർത്താവിൻ്റെ വിശ്വസ്തത നമ്മൾ സംശയിക്കുന്നു, നമ്മൾ ചഞ്ചലചിത്തരാകുന്നു, നമ്മൾ അസ്വസ്ഥരാകുന്നു, മുറിവേറ്റവരാകുന്നു, ആകുലതയുള്ളവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നമ്മൾ ബ്ലെസ്സഡ് ആണ്. എല്ലാ സ്വർഗീയ വരങ്ങളാലും അനുഗ്രഹങ്ങളാലും യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ മുദ്ര വെച്ചിരിക്കുന്നു. യെസ്, വി ആർ ബ്ലെസ്സഡ്. നമ്മൾ അനുഗ്രഹീതരാകുന്നു, നമ്മൾ അനുഗ്രഹീതരാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 20-21 വചനങ്ങളിൽ ഈ സത്യം വീണ്ടും പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ്.
ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവൻ ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം, നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് അനന്ത ശക്തിയാൽ, കർത്താവിൻ്റെ തിരുച്ചോരയുടെ അനന്ത യോഗ്യതകളാൽ, എല്ലാ നന്മകളാലും നിങ്ങൾ സമ്പന്നരാകട്ടെ, നിങ്ങൾ ധന്യരാകട്ടെ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സഹോദരങ്ങൾ, എല്ലാ നന്മകളാലും സ്വർഗീയമായ എല്ലാ നന്മകളാലും നമ്മൾ ധന്യരാണ്, നമ്മൾ അനുഗ്രഹീതരാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ, തിരുരക്തത്തിലൂടെ, കറയില്ലാത്ത രക്തത്തിലൂടെ, നമ്മുടെ കർത്താവിൻ്റെ അമൂല്യമായ രക്തത്തിലൂടെ എല്ലാ നന്മകളാലും നമ്മൾ ധന്യരാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് മനുഷ്യൻ്റെ വാക്കുകളല്ല, ഇത് കർത്താവിൻ്റെ സത്യവചന, നിർമ്മലമായ വചന. നമുക്കിത് വിശ്വസിക്കാൻ പറ്റണം സഹോദരങ്ങളെ. നമ്മൾ അസ്വസ്ഥരും മുറിവേറ്റവരും ആകുലപ്പെടുന്നവരല്ല. എല്ലാ നന്മകളാലും ധന്യരാക്കപ്പെട്ടവരാണ് നമ്മൾ. എല്ലാ നന്മകളാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാണ്, നമ്മുടെ സമൂഹങ്ങൾ അനുഗ്രഹീതമാണ്. പലപ്പോഴും ഈ സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത മൂലം. എന്താണ് ഈ അജ്ഞത? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത, കർത്താവ് നമുക്കായി നേടിത്തന്ന നിത്യരക്ഷയെക്കുറിച്ചുള്ള അജ്ഞത, കർത്താവിൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും നമ്മൾ നിരാശിതരും ദുഃഖിതരും വിഷാദികളുമാക്കി മാറ്റുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാ സ്വർഗീയ നന്മകളാലും ധന്യരാണ്. വിശ്വസിച്ചൊരു 3 പ്രാവശ്യം ആമേൻ പറഞ്ഞേ. ഈ കൃപ നിങ്ങൾ പ്രാപിച്ചോ? കർത്താവിന്റെ സന്നിധിയിലായിരുന്നു ഈ അഭിഷേകം നിങ്ങൾ ഏറ്റെടുത്തോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആയിരങ്ങൾ 10,000ങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. ആത്മീയ ഭൗതികമായ അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മളെ ധന്യരാക്കിയിരിക്കുന്നു. തൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ, തൻ്റെ രക്തം ചിന്തലിലൂടെ, എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മൾ മുദ്ര ചെയ്തിരിക്കുകയാണ്, ധന്യരാക്കിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, തിരുരക്തത്തിലൂടെ, കർത്താവിൻ്റെ അത്ഭുത രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ, ആ ബ്ലെസ്സിങ്സ് എന്താണ്? ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഈ ജീവിതം മുഴുവൻ ധ്യാനിച്ചാലും തീരാത്തവണ്ണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ്. അത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ്. അതിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഒരു 3 പ്രധാനപ്പെട്ട ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇന്നലെ കനാട്ടച്ചനിലൂടെ നമ്മൾ ചില സത്യങ്ങൾ പരിശുദ്ധ വചനത്തിലൂടെ പഠിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായും കാണുന്ന 1-ാമത്തെ ബ്ലെസ്സിങ്, 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്തിലൂടെ, അത്ഭുത രക്തത്തിലൂടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടു. ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തിന് കർത്താവ് വീണ്ടും സമാധാനം കൊടുത്ത് ഇതിന് മുദ്ര ചെയ്യുകയാണ്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നു. കൊളോസസ്കാർക്ക് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വചനം. The book of Colossians chapter 1 verse 20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവായ ക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. സമാധാനം സ്ഥാപിക്കപ്പെട്ടു. എപ്രകാരമാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്?
നമ്മുടെ കർത്താവ് കുരിശിൽ ചിന്തിയ രക്തം വഴി, തിരുരക്തം വഴി, തിരുച്ചോര വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്താ? സമാധാനം. നമുക്കിന്ന് സമാധാനം ഇല്ല. എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല. സ്വസ്ഥതയില്ല, ടെൻഷൻ, സ്ട്രെസ്, വിവിധങ്ങളായ ആകുലതകൾ, അസ്വസ്ഥതകൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷകളിൽ, മിനിസ്ട്രികളിൽ, കൂട്ടായ്മയിൽ, സഭയിൽ, ലോകം മുഴുവനും ഇന്ന് കലുഷിതമായൊരവസ്ഥയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. കപടതയും ചതിയും കള്ളത്തരവും ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലം. എൻ്റെ സഹോദരങ്ങൾ, പരസ്പരം സ്പർദ്ധയും മത്സര്യവും ഭിന്നതയും കലഹങ്ങളും അനൈക്യവും ഇന്ന് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, സമാധാനമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സകല മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അല്പം സമാധാനം ലഭിച്ചിരുന്നെങ്കിൽ, ഒരു സ്വസ്ഥത കിട്ടിയത്. എൻ്റെ കുടുംബത്തിൽ കർത്താവേ സമാധാനമില്ലല്ലോ, എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകണം. എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, എൻ്റെ സമൂഹത്തിന്, ഞാനായിരിക്കുന്ന എൻ്റെ കൂട്ടായ്മയ്ക്ക്, മിനിസ്ട്രിക്ക്, എൻ്റെ തൊഴിൽ മേഖലകളിൽ കർത്താവേ സമാധാനം തരണേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരും ആഗ്രഹിക്കുന്നത് അല്പം സമാധാനത്തിന് വേണ്ടിയാ. കർത്താവേ എനിക്ക് സമാധാനം തരണമേ, സമാധാനം തരണമേ. പരിശുദ്ധ വചനം പറയുന്നു, എഫെസോസ്കാർക്ക് ലേഖനം 2:14, കർത്താവിൻ്റെ തിരുവെടുത്ത് പറയാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. നമ്മുടെ കർത്താവ് യേശുവാണ് നമ്മുടെ സമാധാനം. അവനാണ് നമ്മുടെ സമാധാനം. നമ്മുടെ സമാധാനം ആരാണ്? കർത്താവ് യേശുവാണ്. നമ്മുടെ സമാധാനത്തിൻ്റെ പേര് ജീസസ്. ജീസസ്, ജീസസ്. യേശുവാണ് നമ്മുടെ സമാധാനം. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സമാധാനമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾ സമാധാനത്തിന് കുടുംബങ്ങളാണ്. നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സമാധാനം ഉണ്ടാവും. എന്തൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും പലവിധത്തിലുള്ള ഞെരുക്കങ്ങളും പീഡകളും എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, യേശുവാണ് നമ്മുടെ സമാധാനം, കർത്താവാണ് നമ്മുടെ സമാധാനം. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ലോകത്തിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, എന്തൊരു സഭയിൽ പോലും സമാധാനം ഇല്ലാത്ത ഭിന്നതകളും കലഹങ്ങളും അനൈക്യങ്ങളും കൊലപാതകങ്ങളും ശത്രുതകളും മത്സര്യങ്ങളും എല്ലാം ഇന്ന് അതുപോലെ വർദ്ധിച്ചു വരുന്നു. നിസ്സാര കാര്യങ്ങളെ പ്രതി കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു, ബന്ധങ്ങൾ തകർന്നു പോകുന്നു. എന്താണ് ഈ സമാധാന തകർച്ചയുടെ കാരണം? ഇത് അവിചാരിതമല്ല, ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. തിരുരക്തത്തിൻ്റെ ഭക്തി വർദ്ധിപ്പിക്കണം. കർത്താവിൻ്റെ രക്തത്തോട് സ്നേഹമുണ്ടാകണം, ആരാധനയുണ്ടാകണം. ധാരാളം തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, ലോകം മുഴുവൻ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ കർത്താവിൻ്റെ രക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ, തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകുവാൻ, തിരുരക്തത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ, തിരുരക്തത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ സഹോദരങ്ങളെ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ധാരാളമായി കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യോഹന്നാൻ ശ്ലീഹ കാണുന്ന ദർശനമാണ്. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ്, പരസ്പരം കൊല്ലുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ
കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനത്തിലൂടെ വലിയൊരു ആത്മീയ മർമ്മം പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ നിന്ന്, ലോകരാജ്യങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ, പ്രധാനപ്പെട്ട സന്ദേശമാണിത്. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലം. വെളിപാട് പുസ്തകത്തിൽ, ഈ വചനത്തിൽ നമ്മളത് കണ്ടു. നമ്മൾ ആ കാലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇതൊരു സമയത്ത്, ഈ സമയത്തിന് പ്രത്യേകത മനസ്സിലാക്കണം. എന്തുകൊണ്ട് രാജ്യങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, തീവ്രവാദങ്ങൾ, ഭീകര പ്രവർത്തികൾ, അക്രമങ്ങൾ, അടിപിടികൾ, കൊലപാതകങ്ങൾ, ലോകം മുഴുവൻ വയലൻസാണ്, ലോകവ്യാപകമായ അക്രമങ്ങൾ. എന്തുകൊണ്ടാണ് സഹോദരൻ ഇതുപോലെ വർദ്ധിച്ചു വരുന്നത്? ഇത് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലമാണ്. കുടുംബങ്ങളിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളുള്ള ബന്ധങ്ങൾ, സഹോദരി സഹോദര ബന്ധങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉള്ള സമാധാനം പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം. നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചകളിലാണ്. എന്താണ് ഈ തകർച്ചയുടെ അടിസ്ഥാന കാരണം? സമാധാനമില്ല. നോ പീസ്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ല, സഭയിൽ പോലും സമാധാനമില്ല. അനൈക്യങ്ങള്, കലഹങ്ങള്, മത്സരങ്ങള്, വിഭാഗീയതകള്, പലവിധത്തിലുള്ള പൊളിറ്റിക്സ്, ഇതെല്ലാം ഇന്ന് സഭയെ ദുർബലമാക്കുന്നു. എന്താണ് ഈ തകർച്ചയുടെ കാരണം? സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം. ഈ ഒരു സമയത്തിലാണ് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുത ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവ് ആ തിരിച്ചോര ചിന്തയിലൂടെ, ആ കർത്താവ് കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ സ്ഥാപിച്ച സമാധാനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാധാനം എടുത്തപ്പോൾ മാറ്റപ്പെടുന്ന ഈ കാലഘട്ടത്തിനുള്ള പരിഹാരം എന്താ? കർത്താവ് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ ലോകരാജ്യങ്ങൾക്കും വേണ്ടി നമ്മൾ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിൽ നടമാടുന്ന അസമാധാനങ്ങൾ, അസ്വസ്ഥതകൾ, യുദ്ധക്കെടുതികൾ, യുദ്ധഭീഷണികൾ, ആക്രമണങ്ങൾ, അടിപിടികൾ, കൊലപാതകങ്ങൾ, കലഹങ്ങൾ, മത്സരങ്ങൾ, ഭിന്നതകൾ, ഇതെല്ലാം തകർക്കപ്പെട്ട് സമാധാനം വർദ്ധിക്കുവാൻ, വളരുവാൻ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാലം. ധാരാളമായി തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്കായി, സഹോദരി സഹോദരങ്ങൾക്കായി, ജീവിത പങ്കാളിക്കായി, നമ്മുടെ തലമുറകൾക്കായി കണ്ണുനീരോടെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാലം. രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത്ഭുത രക്തത്തിൽ ആശ്രയിക്കണം. സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ സംഭവിക്കും. അസ്വസ്ഥയുടെ കെട്ടുകൾ പൊട്ടും. നിരാശയുടെ ബന്ധനങ്ങൾ തകരും. അസ്വസ്ഥതകളും കലുഷിതമായ അവസ്ഥകളിലേക്ക് കർത്താവിന്റെ സമാധാനം ഒഴുകപ്പെടും. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവും, ദേശങ്ങളിൽ സമാധാനം ഉണ്ടാകും, ലോകരാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകും, ജനപദങ്ങളിൽ സമാധാനം ഉണ്ടാകും. കർത്താവിന്റെ സമാധാനം നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തം വഴി അങ്ങ് സ്ഥാപിച്ച സമാധാനം ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, സഭയിലേക്ക് ഒഴുകട്ടെ, ലോകരാജ്യങ്ങളിൽ ആ സമാധാനം സ്ഥാപിതമാകട്ടെ, ഭൂഖണ്ഡങ്ങളിൽ ഈ സമാധാനം സ്ഥാപിതമാകട്ടെ, എല്ലാ ജനപദങ്ങളിലേക്കും ഈ സമാധാനം ഒഴുകപ്പെടട്ടെ. കരമുയർത്തി വിളി യേശുവേ. വിളിച്ചു പ്രാർത്ഥിച്ചോ. സ്തുതിക്കുന്നു. കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവിന്റെ കരം പിടിച്ച്
ഞാൻ എന്റെ വിശ്വാസ ജീവിതം നയിക്കും. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. കലഹത്തിന്റെ, വെറുപ്പിന്റെ, ആശ്ചര്യത്തിന്റെ, പൈശാചിക പീഡകൾ ചിതറിക്കപ്പെടട്ടെ. In the name of Jesus, Holy blood of Jesus. മുദ്രവെക്കുന്നു, മുദ്രവെക്കുന്നു. കർത്താവിന്റെ ചോര കൊണ്ട് മുദ്രവെക്കുന്നു. കുടുംബങ്ങളെ മുദ്ര ചെയ്യുന്നു, സമൂഹങ്ങളെ മുദ്ര ചെയ്യുന്നു, ലോകരാജ്യങ്ങളെ മുദ്ര ചെയ്യുന്നു. കരങ്ങൾ പരസ്പരം കോർത്തുപിടിച്ച്, കോർത്തുപിടിച്ച്, ശക്തിയോടെ കരങ്ങൾ കോർത്തുപിടിച്ച്. ഗ്ലോറി, ഗ്ലോറി. അസാധാരണമായി കൃപകൾ ഒഴുകട്ടെ, കൃപകൾ, കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. വലിയ ബോധ്യത്തോടെ കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാൽ യേശുവിൻ വചനത്തിൽ ചരിക്കൂ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാൽ യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിൻ വചനം ഞാൻ ഘോഷിക്കൂ. ആപത്തോ വാളോ എന്തു വന്നാലും ഞാൻ തളരില്ല, നിരാശപ്പെടില്ല, പിന്മാറി പോവില്ല. യേശുവിൻ വചനത്തിനാൽ എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. യേശുവിൻ വചനത്തിനാൽ ജീവിതം പൂർണ്ണമായി നൽകും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കോ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ചേർന്ന് പാടി ആരാധിക്കുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കരമുയർത്തി വിളി യേശുവേ. ദൈവമേ, ജീവനുടെ കർത്താവേ, പരിശുദ്ധ രക്തത്തിലൂടെ സമാധാനം, സമാധാനത്തിന് അഭിഷേകം, സമാധാനത്തിന് ആത്മാവ് കുടുംബങ്ങളിലേക്ക് വരട്ടെ, സഭയിലേക്ക് വരട്ടെ, തലമുറകളിൽ അത് വ്യാപരിക്കട്ടെ, ലോകരാജ്യങ്ങളിലേക്ക് സമാധാനത്തിന് ആത്മാവ് വരട്ടെ. ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ സമാധാനത്തിന് ആത്മാവിന് മുദ്രയുണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയേ. കൃപ, 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 കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ധാരാളം തിരുരക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ ധാരാളമായി വിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകൾ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ജനപദങ്ങൾ, ദേശങ്ങൾ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി എല്ലാം ധാരാളം ധാരാളമായി തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണ്. പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, 1 തെസ്സലോനി 5:23, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം. വീണ്ടും റോമർ 16:20, നമുക്ക് സുപരിചിതമായ വചനം. റോമർ 16:20, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം. പിന്നെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അത്ഭുത രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ബ്ലെസ്സിങ് ആണ് പീസ്, സമാധാനം. കർത്താവിൻ്റെ ചോരയിൽ നമുക്ക് വേണ്ട സമാധാനമുണ്ട്, സഭയ്ക്ക് വേണ്ട സമാധാനമുണ്ട്, ലോകത്തിനും ലോക ജനതകൾക്കും വേണ്ട സമാധാനമുണ്ട്. സമാധാനം, പീസ്, 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 സമാധാനമുണ്ട്. അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. രണ്ടാമത്തെ ബ്ലെസ്സിങ്, രണ്ടാമത്തെ അനുഗ്രഹമാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വചനത്തിലാണ്. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? സാത്താൻ്റെ മേലുള്ള വിജയമാണ്.
പിശാച്ചിൻ്റെ മേലുള്ള വിജയം, സാത്താൻ്റെ മേലുള്ള വിജയം, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ, ആരാണ് അവൻ? സാത്താനാണ്, പിശാച്ചാണ്. സാത്താൻ്റെ മേൽ വിജയം നേടുകയാണ്. അപ്പം തൻ്റെ രക്തം ചിന്തലിലൂടെ ഈശോ നമുക്ക് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം സാത്താന്യ ശക്തികളുടെ മേലുള്ള വിജയമാണ്. പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരമാണ്. അധികാരമാണ്. പിശാചിന് നമ്മളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല സഹോദരങ്ങൾ. സാത്താൻ നമ്മളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗലോസ് സഭയോട് ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ നമുക്ക് ഉച്ചത്തിൽ ഉണർവോടെ വചനം വായിക്കാം. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ക്രിസ്തു നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനം വളരെ വലിയൊരു വെളിപാടാണ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. പിശാചിൻ്റെ ആധിപത്യങ്ങളെയും സാത്താൻ്റെ എല്ലാവിധ അധികാരങ്ങളെയും നമ്മുടെ കർത്താവ് കുരിശിൽ നിരായുധമാക്കി, അവൻ ആയുധമില്ലാത്തവനാക്കി. അവൻ്റെ എല്ലാ അധികാരങ്ങളെ കർത്താവ് ഫ്രീസ് ചെയ്തു. കർത്താവ് ഫ്രീസ് ചെയ്യാൻ, മരവിപ്പിച്ചു കളഞ്ഞു. അവൻ ആയുധമില്ലാത്തവനാക്കി, ആയുധഭ്രഷ്ടനാക്കി, അവനെ സ്ഥാനമില്ലാത്തവനാക്കി. വീണ്ടും വചനം പറയുകയാണ്, അവനെ പരിഹാസപാത്രമാക്കി. അവനൊരു പരിഹാസപാത്രമാണ്, അവനൊരു നിന്ദാവിഷയമാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. പിശാചിന്റെ തല കർത്താവ് തകർത്തു. തൻ്റെ രക്തം ചിന്തലിലൂടെ സാത്താന്റെ തലയെ കർത്താവ് തകർത്തു. അവൻ്റെ ആധിപത്യങ്ങളെ തകർത്തു. അവൻ്റെ സകല അധികാരങ്ങളെയും കർത്താവ് ഇല്ലാതാക്കി, നിരായുധമാക്കി. അവൻ ആയുധമില്ലാത്തവനാക്കി. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് സഖ്യകക്ഷികൾ വിജയിച്ചപ്പോൾ ആ കീഴടങ്ങൽ ചടങ്ങ് നടന്ന ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ്. അപ്പോൾ തോറ്റുപോയ രാജ്യങ്ങളുടെ പ്രതിനിധിയായി ജപ്പാന്റെ ആ പട്ടാള ജനറൽ വരികയാണ്. അമേരിക്കയുടെ ജനറൽ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആ യൂണിഫോമിൽ നിന്ന് ഓരോ അധികാര മെഡൽ ചിഹ്നങ്ങളെല്ലാം ഊരി എടുക്കുകയാണ്. അവനെ അധികാരമില്ലാത്തവനാക്കുന്നു. ഈ ഒരു ദൈവപ്രവൃത്തിയാണ് ആത്മീയ മണ്ഡലത്തിൽ സംഭവിച്ചത്. നമ്മുടെ കർത്താവ് കുരിശിൽ ചിന്തിയ അവിടുത്തെ പരിശുദ്ധ രക്തത്തിലൂടെ പിശാചിന്റെ സകല അധികാരങ്ങളെയും കർത്താവ് ഇല്ലാതാക്കി, ഫ്രീസ് ചെയ്യാണ് കർത്താവ്. എത്ര മഹത്തരമായ പ്രവൃത്തിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. അവനെ നിരായുധമാക്കി. ഇനി പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നുണയാണ്, കള്ളമാണ്. അവൻ കള്ളം പറഞ്ഞ്, നുണ പറഞ്ഞ് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ഡിസീവിങ് സ്പിരിറ്റ്, ആ വഞ്ചന നിറഞ്ഞ അവൻ്റെ ആ കള്ളത്തരങ്ങൾ നമ്മൾ പെട്ടുപോരുന്ന സഹോദരങ്ങളെ. എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധ രക്തത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അവിടെ വലിയൊരു ദൈവ നടത്തിപ്പുണ്ടാവും. അവിടെ നമുക്ക് വേണ്ട പ്രൊവിഡൻസ് ഉണ്ടാവും, ഡെലിവറൻസ് ഉണ്ടാവും. നമുക്ക് വേണ്ട ജ്ഞാന വെളിച്ചം കിട്ടും. കൃപയോടെ കർത്താവ് നമ്മളെ നയിക്കും. നമുക്ക് എന്തൊക്കെ അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിന് നടുവിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങും, കർത്താവിന് ശക്തി ഇറങ്ങും. ശത്രുവിന്റെ മേൽ വിജയം നേടുന്നു. യേശുവിന്റെ രക്തം, അത്ഭുത രക്തം, പിശാചിന് മേൽ നമുക്ക് വിജയം തരുന്നു, അധികാരം തരുന്നു. അവൻ്റെ ആധിപത്യങ്ങൾ ഇല്ലാതാക്കി, അവനെ പരിഹാസപാത്രമാക്കി, അവനെ നിന്ദാപാത്രമാക്കി. അതുപോലെ അവനെ അപമാനിച്ചു കർത്താവ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളിനി പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. അവർക്ക് ലക്ഷിക്കേണ്ടി വരികയില്ല.
എന്തെല്ലാം പ്രതിസന്ധികളും ദുഃഖ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുക. അവിടുത്തെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാകും. നമ്മിൽ അന്ധകാരം മാറും, ഇരുട്ട് മാറും, പൈശാചിക പീഡ മാറും, നെഗറ്റിവിറ്റികൾ മാറും, അസ്വസ്ഥതകൾ മാറും, ആകുലതകൾ മാറും. നമ്മൾ പ്രത്യാശയുള്ളവരാകും, ആനന്ദമുള്ളവരാകും, ബലമുള്ളവരാകും. ആത്മശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. രക്തം ജയം, രക്തം ജയം, കർത്താവിന്റെ രക്തത്തിന് ജയം, അത്ഭുത രക്തത്തിന് ജയം, ജയം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കർത്താവ് വലിയ കൃപ ഒഴുക്കിക്കൊണ്ടിരിക്കുക, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വചനമയച്ച് അനേകരെ കർത്താവ് വിമോചിപ്പിക്കുകയാണ്. പല കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ തിരുരക്തത്തിന്റെ പൊതിച്ചിലും സംരക്ഷണം കടന്നു വരുന്ന സമയം വിശ്വസിച്ച് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക സഹോദരങ്ങളെ. എബ്രായ പുസ്തകം 2:15 നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മരണത്തിന് അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ കർത്താവ് നശിപ്പിച്ചു കൊണ്ടുപോകും. കുരിശിൽ ചിന്തിയ രക്തം ചിന്തലിലൂടെ ഈശോ പിശാചിനെ തന്റെ മരണത്തിലൂടെ നശിപ്പിച്ചു. മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തി മരിച്ചത്. ഹല്ലേലൂയ. തന്റെ കുരിശിൽ രക്തം ചിന്തലിലൂടെ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ കർത്താവ് നശിപ്പിച്ചു, ക്രഷ് ചെയ്തു. കർത്താവ് അതിനെ തകർത്തു കളയാണ്. കർത്താവ് ചവിട്ടി അതിനെ ഇരിച്ച് അതിനെ ഇല്ലാതാക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര കൃപയുള്ളവർ, എത്ര ബ്ലെസ്സഡാ നമ്മള്. നമ്മുടെ കർത്താവ് നമ്മൾ അതുപോലെ സ്നേഹിക്കണം സഹോദരങ്ങളെ. നശിപ്പിച്ചു കളഞ്ഞു, നശിപ്പിച്ചു. ഇനി പിശാചിനെ ഭയപ്പെട്ടിരിക്കണം. ആ ബന്ധനം, ഈ ബന്ധനം, ബന്ധനങ്ങളുണ്ട്. പക്ഷെ ബന്ധനങ്ങളിലേക്ക് നോക്കി നീ നിരാശപ്പെടരുത്. നിന്റെ ജീവിതത്തിലെ തകർച്ചകളിലേക്ക് നോക്കി നീ വിഷാദിച്ച് നിന്റെ ജീവിതം നരകതുല്യമാക്കരുത്. പിശാചിന്റെ പ്രവൃത്തികള്, സാത്താന്റെ തിരിച്ചടികള്, സാത്താന്റെ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ് നീ ജീവിതത്തിൽ ഭയപ്പെട്ട് നിന്റെ സമാധാനത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. പിശാചുണ്ട്, ബന്ധനമുണ്ട്, പക്ഷെ അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ഇത് വിശ്വസിച്ച് പ്രാപിക്കണം. ഈ അഭിഷേകം നീ ഏറ്റെടുക്കണം. തിരുച്ചോരയുടെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധ ശരീരത്തിന്റെ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നീ ഏറ്റെടുത്താൽ ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റില്ല. നമ്മൾ തിരുച്ചോരയുടെ മറവിലുള്ളവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നമ്മൾ പാടി പ്രാർത്ഥിക്കുക. ഞാൻ രക്തത്തിന്റെ മറവിലുള്ളവനാണ്. പിശാചിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സാത്താനിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കുടുംബം തിരുച്ചോരയുടെ മറവിലാണ്, എന്റെ മക്കൾ തിരുരക്തത്തിന്റെ മറവിലാണ്, എന്റെ സഭ, എന്റെ സമൂഹം ആ തിരുച്ചോരയുടെ മറവിലാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന് മുമ്പിൽ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ. യെസ്, ആമേൻ, ആമേൻ. ഓ പവർ, ഓ പവർ. I stay right under the blood. I stay right under the blood. I stay right under the blood, where the devil can do me no harm. Right under the blood. I stay right under the blood. രക്തത്തിന്റെ മറവിൽ, രക്തത്തിന്റെ മറവിൽ പിശാചേ എന്നെ ഒന്നും ചെയ്ത് എനിക്ക് സാധിക്കില്ല. Where the devil can do me no harm. Where the devil can do me no harm. No harm, no harm, no harm. No harm, no harm, no harm. No harm, no harm, no harm. Where the devil can do me no harm. അടുത്ത പാടിക്കേ. No harm. സാധ്യമല്ല, സാധ്യമല്ല, പിശാചേ സാധ്യമല്ല. നിനക്ക് നശിപ്പിക്കാൻ, തകർക്കാൻ സാധ്യമല്ല.
സാധ്യമല്ല. ഞാൻ പരിശുദ്ധ രക്തത്തിന്റെ മറവില തിരിച്ചോറിയാൽ ഞാൻ പൊതിയപ്പെട്ടവനാ, ഞാൻ മറയ്ക്കപ്പെട്ടവനാ. I stay right under the blood. I stay right under the blood. I stay right under the blood. Where the devil can do me no harm. Where the devil can do me no harm. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിച്ചേ. Yes, yes, I believe Lord. രക്തത്തിന്റെ മറവിൽ, തിരിച്ചോരയുടെ മറവിൽ, രക്തത്തിന്റെ മറവിൽ. ആമേൻ, 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 ആമേൻ. കരമുയർത്തി വിളി യേശുവേ. പരിശുദ്ധ രക്തമേ, തിരുരക്തമേ, അത്ഭുത രക്തമേ, അറിയില്ലാത്ത രക്തമേ, അമൂല്യ രക്തമേ, കുഞ്ഞാടിന്റെ രക്തമേ, വിലയേറിയ രക്തമേ, വിലപ്പെട്ട രക്തമേ, പരിശുദ്ധ രക്തമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Glory, glory Jesus, glory Jesus, glory Jesus. ആമേൻ, 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 ആമേൻ. ശക്തമായൊരു അഭിഷേക പകർച്ച അനേകർക്ക് കർത്താവ് കൊടുക്കുന്നു. നമ്മൾ വിശ്വാസത്തോടെ പ്രാപിക്കണം. രക്തത്തിന്റെ അഭിഷേകം ധാരാളം ഈശോ പകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. പ്രാപിച്ചോ? കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ അത് ഏറ്റെടുക്കുക, റിസീവ് ചെയ്യുക. നിങ്ങൾ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക, റിസീവ് ചെയ്യുക. അനേകർ അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും തിരക്തം ഒഴുകട്ടെ, തിരക്തം വീഴട്ടെ. ആ തലമുറകൾ തിരക്തം വീഴട്ടെ, തിരിച്ചോര വീഴട്ടെ, 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 വീഴട്ടെ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വെളിപാട് പുസ്തകം 1:18 യോഹന്നാനിലേക്ക് കാണുന്ന ദർശനമാണ്. കർത്താവ് പറയാണ് യോഹന്നാനോട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ കയ്യിലാണ്. പിശാചിനെ കർത്താവ് നശിപ്പിച്ചു, നിരായുധമാക്കി, പരിഹാസ വിഷയമാക്കി, അവൻ്റെ അധികാരങ്ങളെ ഇല്ലാതാക്കി. എത്ര മഹത്തരമായ രക്ഷയുടെ പ്രവൃത്തിയാണ്. തൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ ഈശോ നമുക്ക് വേണ്ടി ചെയ്യും. എത്ര വലിയ ബ്ലെസ്സിങ് ആണ്. ഇതല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതാണ് അനുഗ്രഹം സഹോദരങ്ങളെ. ഇതൊക്കെ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനുണ്ടോ? ആ രക്ഷയിൽ കർത്താവ് നമ്മളെ സമ്പന്നമാക്കിയിരിക്കുക, നമ്മളെ സമ്പന്നമാക്കിയിരിക്കുക. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. അവൻ എത്രയോ നല്ലവനാണ്. അവൻ എത്രയോ മതിയായവനാണ്. വിശ്വസ്തനാണ്. വിശ്വസ്തൻ, 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 വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം. ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന, തിന്മ പെരുകി പെരുകി വർദ്ധിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ധാരാളം തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. തിരക്തഭക്തി നമ്മൾ വർദ്ധിപ്പിക്കണം. തിരിച്ചോരുടെ മറവിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരണം. ഓരോ ദിനവും നമ്മൾ കൊണ്ടുവരണം സഹോദരങ്ങളെ. ആ രക്തത്താൽ നമ്മൾ അനുദിനം പൊതിയപ്പെടുന്നവരാകണം, പൊതിയപ്പെടുന്നവരാകണം. ആ രക്തത്തിൻ്റെ അധികാരത്തിൽ ജീവിക്കുന്നവരാകണം. ആ തിരുരക്തത്തിൻ്റെ അധികാരത്തിൽ നടക്കുന്നവരാകണം. നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും. കർത്താവ് ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നത്? 1 John chapter 3:8. 1 യോഹന്നാൻ 3:8 വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കുവാനാ. താൻ കുരിശിൽ രക്തം ചിന്തിയത് പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കുവാനാ, അവന്റെ അധികാരത്തെ ഇല്ലാതാക്കാനാ, അവനെ നിരായുധമാക്കാനാ, അവനെ പരിഹാസ കോലമാക്കി മാറ്റാനാ. സഹോദരങ്ങളെ, പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കുവാൻ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് നമ്മെപ്പോലെ മനുഷ്യനായി അവതരിക്കുകയാണ്. തൻ്റെ രക്തം ചിന്തലിലൂടെ, തൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ അത് നമുക്കായി ഈശോ നേടിത്തന്നു. രക്തത്തിന് മറവിലായിരിക്കുന്ന ഒരു കുടുംബത്തെയും തകർക്കാൻ പിശാചിന് പറ്റും. ഒരു മിനിസ്ട്രിയെയും തകർക്കാൻ പറ്റില്ല, ഒരു വ്യക്തിയെയും തകർക്കാൻ പറ്റില്ല, ഒരു തലമുറയും തകർക്കാൻ പറ്റില്ല, ഒരു രാജ്യത്തെയോ ദേശത്തെയോ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ മറവിൽ എപ്പോഴും നമ്മളായിരിക്കണം. ആ രക്തത്തെ നമ്മൾ സ്നേഹിക്കണം, അവൻ്റെ ശരീരത്തെ സ്നേഹിക്കണം, രക്തത്തെ വിളിച്ച് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം.
നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ്. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ആ രക്തത്തെ പിശാച് ഭയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പല ശുശ്രൂഷകളിലും കർത്താവിന്റെ പരിശുദ്ധ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങളിൽ സംഭവിക്കുന്ന ഡെലിവറൻസുകൾ, പാപക്കെട്ടുകൾ പൊട്ടുന്നു. വിവിധങ്ങളായ ആസക്തികളെ പിശാച് ബന്ധിച്ച് ചില ജീവിതങ്ങളിൽ നിന്ന് ആസക്തിയുടെ കെട്ടുകൾ പൊട്ടിപ്പോകുന്നു. അവർ സ്വതന്ത്രരാക്കപ്പെടുന്നു. കർത്താവിൻ്റെ യഥാർത്ഥ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക് അവർ വരുന്നു. അശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്ന്, കലഹത്തിൻ്റെ, മ്ലേച്ഛതയുടെ, വെറുപ്പിൻ്റെ, നിരാശയുടെ അടിമത്തത്തിൽ നിന്ന് ഇതുപോലെ വിമോചനം പ്രാപിച്ച എത്രയോ ആയിരക്കണക്കിന് ജീവിതങ്ങൾ എൻ്റെ ഈ 32-33 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ചതാണ്. ഈ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ മഹനീയമായ പ്രവൃത്തികൾ ധാരാളം കാണുവാൻ സ്വർഗം കരുണ കാണിച്ചിട്ടുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന് മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, പരിശുദ്ധാത്മ അനോയിന്റിംഗ്, അത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അസാധാരണമായ കൃപകള് ജനത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്, വെളിപ്പെടുന്നൊരു അനുഭവം. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനം അഴിയുന്നു, പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു, ജനം സ്വതന്ത്രരാക്കപ്പെടുന്നു. ഈ അനോയിന്റിംഗ് ഇപ്പോൾ 10,000ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ജനത്തെ ആശീർവദിക്കണമേ. ജനത്തോട് കരുണ കാണിക്കണം. അവരെ വിമോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. ഹീൽ ജീസസ്. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. പല അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുന്നത് കൊണ്ട് പല അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ അശുദ്ധിയുടെ ബന്ധനത്തിൽ കിടന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഈ ഗേ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ പുരുഷന്മാരുടെ സെയിം സെക്സിൽപ്പെട്ടവരോട് പ്രത്യേക ആകർഷണവും അവരെ പാപത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അധികം അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അദ്ദേഹം കണ്ണുനീരോടെയാണ് പല ധ്യാനങ്ങളിൽ പങ്കെടുത്തു. ഒരു വിമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വിടുതൽ വേണം. കണ്ണുനീരോടെ പറയുന്നത്. സഹോദരങ്ങൾ, ധ്യാനത്തിന് 4-ാം ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യനെ ആത്മാവ് മുമ്പോട്ട് വിളിക്കുകയാണ്. അദ്ദേഹം മുന്നിലോട്ട് വന്നു. അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മൻ പറഞ്ഞു, തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവൻ്റെ മേൽ കർത്താവിൻ്റെ രക്തം നീ പുഷ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് അല്പം കഴിഞ്ഞ് ഈ മനുഷ്യൻ തറയിലേക്ക് മറിഞ്ഞു വീണു. ഈ പാമ്പ് ഇഴയുന്നത് പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വരിക. ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ മ്ലേച്ഛ പാപം ചെയ്യുന്നത്. ആ തിന്മ പുറത്ത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുകയാണ്. ഈ സമയമെല്ലാം തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ നോർമലാകാൻ തുടങ്ങി. വർഷങ്ങളായി ആ മനുഷ്യൻ്റെ ആത്മാവിൽ വേരി പിടിച്ച് കിടന്ന ആ ശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ആ മനുഷ്യനെ അത്ഭുതകരമായി വിമോചനം നൽകി അനുഗ്രഹിച്ചു. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങളെ. പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു, ശാപത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. വർഷങ്ങളായി തലമുറയായി ബന്ധിക്കപ്പെട്ട ശാപത്തിൻ്റെ കെട്ടുകൾ കർത്താവിൻ്റെ ചോരയുടെ അനന്തശക്തിയാൽ തകർക്കപ്പെടുകയാണ്. കുടുംബങ്ങൾ, തലമുറകൾ സൗഖ്യത്തിലേക്ക് വരുന്നു, കൃപയിലേക്ക് വരുന്നു, അനുഗ്രഹത്തിലേക്ക് വരുന്നു. എത്ര അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. വെറുപ്പിൻ്റെ ബന്ധനങ്ങൾ, നിരാശയുടെ ബന്ധനങ്ങൾ, ആത്മഹത്യയുടെ ബന്ധനങ്ങൾ, ഇങ്ങനെ പലവിധ ബന്ധനങ്ങളിൽ അടിമപ്പെട്ട ജീവിതങ്ങളെ കർത്താവിൻ്റെ അത്ഭുത രക്തം വിമോചിപ്പിച്ച 100,000 അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. സഹോദരങ്ങളെ, ഈ രക്തത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ, ഈ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ, ആ പരിശുദ്ധ രക്തത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ മാറിമറിയും. അത്ഭുതകരമായ പരിവർത്തനം ഉണ്ടാകും. മിറക്കുലസായ ചേഞ്ചിങ്
നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് തരും, ഹോളി സ്പിരിറ്റ് തരും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ആ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെ, തലമുറകളിൽ വീഴട്ടെ, മക്കളിൽ വീഴട്ടെ. ഓ ദേശാന്തരങ്ങളിൽ, രാജ്യങ്ങളിൽ, ലോകം മുഴുവന്റെ മേലും വീഴട്ടെ. തിരക്തം വീഴട്ടെ, വീഴട്ടെ, വീഴട്ടെ. തിരക്തം വീഴട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. നിങ്ങൾ ഈ മെസ്സേജ് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ ഈ മെസ്സേജ് ഇത് കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, നിങ്ങൾ വിമോചനം പ്രാപിക്കുക. അത് വലിയൊരു സുവിശേഷ വേലയാണ് സഹോദരങ്ങളെ. അനേകരിലേക്ക് വചനത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ, തിരിച്ചവരുടെ അഭിഷേകം ഒഴുകപ്പെടട്ടെ, ഡെലിവറൻസിലേക്ക്, കൃപയിലേക്ക്, സൗഖ്യത്തിലേക്കും ദൈവജനം ഉയർത്തപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 ഓ സ്തുതിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത് അല്ലേ, അപ്പോസ്തല പ്രവർത്തനം 8:7 ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. ഫിലിപ്പോസ് സമരിയായിൽ പോയി കർത്താവിൻ്റെ വചനം അറിയിച്ചപ്പോൾ ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി വന്നു, കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. കൂട്ട ഡെലിവറൻസുകൾ ഉണ്ടായി. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തുപോയി. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ജനത്തിന്റെ മേൽ ആത്മശക്തി ഇറങ്ങുമ്പോൾ, ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, കർത്താവിന്റെ പരിശുദ്ധ രക്തം ജനത്തിന് മേൽ തെളിക്കപ്പെടുമ്പോൾ അത്ഭുത ഡെലിവറൻസുകൾ, കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനം അഴിയുന്നു, മുഖങ്ങൾ ഒടിയുന്നു, ജനസ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. Spiritual freedom, mental freedom, physical freedom, emotional freedom, financial freedom. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് നൽകുകയാണ്, ജനത്തിന് നൽകുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും തകർച്ചകളിലേക്കും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും കർത്താവിന്റെ തിരുരക്തത്തെ വിളിച്ച്, തിരിച്ചോരെ വിളിച്ച്, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് ഒന്നിച്ചൊരു കുടുംബമായി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന യേശുവേ, പരിശുദ്ധ രക്തം ഒഴുകട്ടെ, തിരിച്ചോര വീഴട്ടെ, തിരിച്ചോര പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്യട്ടെ. തിരുക്കരത്താൽ ഞങ്ങളെ വഹിക്കുന്ന കർത്താവേ, പെരുമഴ പോലെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, തകർച്ചകളിൽ, ദുരിതങ്ങളിൽ, പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ തിരുരക്തത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ജനത്തിന്റെ മേൽ കൃപ ഒഴുകണം, സൗഖ്യത്തിന്റെ കൃപ, അനുഗ്രഹത്തിന്റെ കൃപ, അഭിഷേകത്തിന്റെ കൃപ ജനത്തിന്റെ മേൽ പകരണമേ. ഇപ്പോൾ ജനത്തിൽ സംഭവിക്കട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിമോചനങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. പെരുമഴ പോൽ പെയ്യട്ടെ, ആമേൻ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. Blood of Jesus, യേശുവിൻ Blood of രക്തം, Jesus, യേശുവിൻ Blood of രക്തം, Jesus, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓ പരിശുദ്ധ രക്തമേ, യേശുവിൻ രക്തം, യേശുവിൻ അത്ഭുത രക്തമേ, യേശുവിൻ ആരാധന, തിരുരക്തം. ആരാധന, ആരാധന, യേശുവിൻ ആരാധന, രക്തം, ആരാധന, ആരാധന. രക്തം, Holy blood of യേശുവിൻ Jesus, തിരുരക്തം. Holy blood of Jesus, blood of Jesus. ജനത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ, ജനപദങ്ങളുടെ മേൽ വീഴട്ടെ, ഒഴുകട്ടെ. ജീസസ്, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Mighty Lord, mighty anointing, mighty anointing, mighty anointing. കർത്താവിന്റെ പരിശുദ്ധ രക്തം സാത്താന്റെ മേൽ നമുക്ക് വിജയം തരുന്നു, വിജയം തരുന്നു, വിജയം തരുന്നു. കർത്താവിന്റെ അമൂല്യ രക്തത്തെ പിശാച് ഭയപ്പെടുന്നു. നരകത്തിന് അടിസ്ഥാനങ്ങൾ ഇളകുന്നു, ജീവിതത്തിലെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകുന്നു, തലമുറകൾ
സൗഖ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വരുന്നു. സഭയിൽ സമാധാനം ഉണ്ടാകുന്നു. രാജ്യങ്ങളിൽ ദേശങ്ങളിൽ അഭിഷേകത്തിന്റെ കൃപകൾ പകരപ്പെടുന്നു. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. യെസ്, നമ്മളത് വിശ്വസിക്കണം. കാരണം ദൈവത്തിന്റെ വചനം അത് ഉറപ്പിക്കുന്നു. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഈ വചനം എന്തു പറയുന്നുവോ അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കർത്താവിന്റെ വചനം മാത്രമാണ്. വചനം മാറില്ല. ആകാശം ഭൂമിയും മാറിപ്പോയാലും കർത്താവിന്റെ വചനം മാറിപ്പോവില്ല. അത് കർത്താവിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കുക. യെശയ്യാ പ്രവചനം 10:27 കർത്താവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ മേൽ തെളിക്കപ്പെടുമ്പോൾ, തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ഒഴുകപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റം എന്താണ്? അവനെല്ലാവരും ഉച്ചത്തിൽ വായിച്ച്, അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങും, നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടും. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ ജീവിതത്തിന് മേൽ തെളിക്കപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ വലിയ വീണ്ടെടുപ്പിന്റെ അനുഭവം, വിമോചനത്തിന് അനുഭവം ഉണ്ടാവും. പൈശാചികെട്ടുകൾ പൊട്ടുന്നു, നരകത്തിന് അടിസ്ഥാനങ്ങൾ തകരുന്നു. നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന കലഹത്തിന്റെ, വെറുപ്പിന്റെ, ആശയക്കുഴപ്പത്തിന്റെ, സംശയത്തിന്റെ, മുൻകോപത്തിന്റെ, ഭിന്നതയുടെ, അനൈക്യത്തിന്റെ പൈശാചിക രൂപികൾ ചിതറിപ്പോകുന്നു. എപ്പോൾ? കർത്താവിന്റെ രക്തം നമ്മുടെ കുടുംബങ്ങളിൽ വീഴുമ്പോൾ. എല്ലാ ദിവസവും നമ്മൾ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇത് ചുമ്മാ ഒരു തമാശ കഥ നിങ്ങളോട് പങ്കുവയ്ക്കില്ല, ജീവിക്കുന്ന അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യണം. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതിനോളം ശക്തിയുള്ള ഒന്നും ഈ ലോകത്തിലില്ല. അവൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങൾ നമുക്ക് വലിയ സംരക്ഷണവും നമുക്ക് വലിയ കൃപയുടെ അനുഭവവും. അന്ന് അവൻ്റെ ഭാരം ആരാണ്? അവൻ പിശാചാണ്. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ പല അന്യായ ഭാരങ്ങൾ പിശാച് വെച്ചിട്ടുണ്ട്. നിരാശ, വിഷാദം. എത്ര വ്യക്തികൾ എന്തോരം വചനം കേട്ടാലും അവർക്ക് ആനന്ദിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ചങ്ക തുറന്ന് നമ്മളൊന്ന് ശരിക്കും ഒന്നൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് എത്ര നാളുകളായി ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ആനന്ദമുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ജോയ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ രക്ഷയുടെ ആനന്ദം, ജോയ് ഓഫ് സാൽവേഷൻ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് രക്ഷയുടെ ആനന്ദമാണോ? ആത്മാവിൻ്റെ ആനന്ദമാണോ? നമ്മളിന്ന് ലോക മനുഷ്യരെക്കാളും ദുഃഖിതരാണ്. നമ്മൾ പല നിരാശിതരാണ്. നമ്മുടെ മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, നമുക്കുണ്ടാകുന്ന ആത്മീയം ഭൗതികമായ പല തകർച്ചകൾ, പരാജയങ്ങളെ ഓർത്ത് നമ്മളിന്ന് ഒരുപാട് മുറിവേറ്റവരും അസംതൃപ്തരുമാണ്. ഇവിടെയാണ് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ രക്തത്തിന് മാത്രമാണ് ഈ വിമോചനത്തിന് അനുഭവം തരാൻ സാധിക്കുന്നത്. സകല ഭാരങ്ങളും മാറുന്നു, എല്ലാ നുഖങ്ങളും ഒടിഞ്ഞു പോകുന്നു. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8:36 ശക്തമായ കർത്താവിൻ്റെ വാക്കുകളാണ്. എന്താണ് ഈശോ പഠിപ്പിച്ചത്? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ജീസസ് ഈസ് ദ ലിബറേറ്റർ. അവൻ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നവൻ. യഥാർത്ഥ സ്വാതന്ത്ര്യം തരുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. യെസ്, ആ ഫ്രീഡമാണ് നമുക്കിന്ന് ആവശ്യം. ആ സ്പിരിച്വൽ ഫ്രീഡം, ആ ഇന്നർ ഫ്രീഡം. നമ്മളിന്ന് ഒരുപാട് പേര് മാനസികമായ മുറിവുകൾ, അസ്വസ്ഥതകൾ, ഇതുമൂലം എന്താ വെറുപ്പ്, വൈരാഗ്യം, നീരസം, ഒരു മാത്സര്യ ബുദ്ധി, ക്ഷമിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് ഇന്ന് രോഗികളാക്കി മാറ്റുന്നു. ഒരുപാട് നമ്മളിൽ കൃപകളെ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ അഭിഷേകം ഇല്ലാത്തവരാക്കുന്നു. നമ്മളെ കർത്താവിൻ്റെ പ്രസൻസിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം പലവിധത്തിലുള്ള പൈശാചിക പീഡകളാണ് സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വവും ശക്തിയും അനുഭവിക്കേണ്ടത്. പരിശുദ്ധ വചനം, കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശുവിന് മാത്രമേ, അവൻ്റെ രക്തത്തിന് മാത്രമേ, അവൻ്റെ ശരീരത്തിന് മാത്രമേ, അവൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം തരുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടത് താൽക്കാലിക മുട്ടുശാന്തിയല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്, ശാശ്വതമായ സമാധാനം.
ആത്മാവിൻ്റെ ആനന്ദം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, ലോകം മുഴുവനിലും ഈ അഭിഷേകം ഒഴുകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനടുത്ത സെഷൻ നമ്മൾ കേൾക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ പാടുന്നില്ലേ, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ, യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ. കർത്താവിന്റെ ചോരയാൽ നമ്മൾ കഴുകപ്പെടുവാൻ, ആ രക്തത്തിൽ നമ്മൾ മറയ്ക്കപ്പെടുവാൻ, ആ തിരിച്ചോരയിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.